ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് ഇപ്പൊ അടുത്തിടെ പുറത്തിറങ്ങിയ ബാഗ്ഷാക് എന്ന ഹിന്ദി മൂവിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ ദിവസം തോറും ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് ക്രൂരതകൾക്ക് ഇരയാവുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്റ്റോറി എന്താണെന്ന് അറിയാൻ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? അപ്പൊ ഇനി സമയം കളയുന്നില്ല, നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വേശ്യാലയം കാണിക്കുന്നു. അവിടെ ഇപ്പോൾ ഒരു വ്യക്തി വന്ന് ഒരു 13-14 വയസ്സുള്ള ഒരു പെൺകുട്ടിനെ ക്രൂരമായി ദ്രോഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയം വേദന കൊണ്ട് അവൾ കരയുന്ന സമയം ആ ക്രൂരനായ വ്യക്തി അവളുടെ പ്രൈവറ്റ് പാർട്സിൽ മുളക് പൊടി ഇടുവാണ്. ഈ സമയം പെൺകുട്ടി ആ വേദന കൊണ്ട് കാറി നില വിളിക്കുവാണ്. അപ്പോഴേക്ക് ആ കരച്ചിൽ കേട്ട് ആ ഏരിയന്റെ ഫുൾ ചാർജ് ഉള്ള ഒരു വ്യക്തി അവിടേക്ക് എത്തി കാര്യം എന്താന്ന് ചോദിക്കുന്നു. അപ്പൊ ആ കുട്ടീനോട് ഇങ്ങനെല്ലാം ചെയ്ത ആ വ്യക്തി പറയുവാണ്, ഇവളോട് സഹകരിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഇവളോട് ചെയ്തു എന്ന്. ഇത് കേൾക്കുന്ന ആ ഏരിയന്റെ ഫുൾ ചാർജ് ഉള്ള ആ വ്യക്തിക്ക് ദേഷ്യം വരുന്നു. എന്നാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല, ഇതൊരു ചെറിയ പെൺകുട്ടിയല്ലേ, ആ ഒരു രീതിയിലെങ്കിലും അവളെ കണക്കാക്കണ്ടായിരുന്നോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? പുറത്താരെങ്കിലും ഈ കാര്യം അറിഞ്ഞാ പിന്നെ ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയില്ല, ശരിക്കും പുലിവാല് പിടിക്കും. അങ്ങനെ ഇപ്പൊ ഇവിടെ ഇൻചാർജ് ഉള്ള ആ വാർഡൻ പെട്ടെന്ന് തന്നെ ഈ ഏരിയന്റെ എല്ലാം ഫുൾ കൺട്രോൾ ഉള്ള, അതായത് ഇതിന്റെ എല്ലാത്തിനും ഹെഡ് ആയിട്ടുള്ള ബൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വിളിക്കുന്നു. എന്നിട്ട് ഇതേപോലെ നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, ഓ ഇനി ഇതിന്റെ പുറകെ വള്ളി പിടിക്കാൻ നിന്നാ അത് നമുക്ക് നല്ല പൊല്ലാപ്പാവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ആ പെണ്ണെ തല്ലിക്കൊന്ന് എവിടെയെങ്കിലും ഇട്ട് കത്തിക്കാൻ നോക്ക്. അവരുടെ ഹെഡായ ബൻസി ഇങ്ങനെ പറയുന്നുണ്ട്. ആ വാർഡിന് വേറെ നിവൃത്തിയില്ല, അങ്ങനെ അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നു. കണ്ടില്ലേ, ഇതേപോലെയുള്ള കൊടൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ എത്തിപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള സ്ഥലത്ത് നേരിടേണ്ടി വരുന്നത്. അങ്ങനെ ആ സീനെല്ലാം കാണിച്ച് ആ സീനോടെ കട്ടാക്കി അടുത്ത സീനില് അവിടുന്ന് ഒരു 2-3 മാസം കഴിഞ്ഞ് ഈ മൂവിയിലെ നായികനെ കാണിക്കുന്നു. വൈശാലി എന്നാണ് ഇവളുടെ പേര്. ഇവളൊരു ജേർണലിസ്റ്റ് ആണ്. ഇവളവിടെ നാട്ടിൽ തന്നെ ചെറിയൊരു TV ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായിക കിടന്നുറങ്ങുന്ന സമയം അവളെ അവളുടെ ഇൻഫോമർ കോൾ ചെയ്യുന്നു. മേഡം ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട്, മേഡം ഇന്ന സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തരാമെന്ന് ഈ സമയത്ത് അയാൾ പറയുവാണ്. ഇത് കേട്ട നായിക നേരെ അങ്ങനെ അവിടെ പോയി അയാളുടെ കയ്യിൽ നിന്ന് ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അതെല്ലാം നായിക വായിക്കുവാണ്. അത് ഇതിനെ കുറിച്ചുള്ളതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് അവരെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഗ്യാങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം വാങ്ങി നോക്കുന്ന നായകനോട് അയാൾ ബ്രീഫായിട്ട് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. മേഡം വിഷയം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പോലീസിനും പൊളിറ്റീഷ്യന്മാർക്കൊക്കെ അറിയാം, എന്നാൽ അവർ ഇതിനെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല. സോ ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് മേഡത്തിനെ പോലെയുള്ള ജേർണലിസ്റ്റുകൾക്ക് മാത്രമാണ്. ഇങ്ങനെല്ലാം പറഞ്ഞ് അയാൾ ഇപ്പൊ അവിടുന്ന് പോവുകയും ചെയ്യുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വൈശാലി നേരെ അവളുടെ ചാനലിലേക്ക് വരുന്നു. ഈ ഇരിക്കുന്ന വ്യക്തിയാണ് നായികന്റെ ചാനലിലെ ക്യാമറമാൻ. ഇത് പേരിനൊരു ചാനലിനെ പറയാനുള്ളൂ, ഇവർ രണ്ടുപേരും മാത്രമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക ക്യാമറയ്ക്ക് മുന്നിൽ ന്യൂസ് വായിക്കാൻ റെഡി ആയിരിക്കുവാണ്. ആ ഇൻഫോമർ കൊടുത്ത ന്യൂസിനെ പറ്റി പറയണോ വേണ്ടയോ എന്നൊക്കെ നായിക ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്. ഇൻ കേസ് അത് പറഞ്ഞ ഇതിന് പുറകിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ വലിയ ആൾക്കാർ തന്റെയും തന്റെ ചാനലിന്റെയും മേൽ കുതിര കയറാൻ വന്നാലോ എന്ന് പേടിച്ച് നായിക അതിനെപ്പറ്റി ഒന്നും പറയാതെ വിടുന്നു. അങ്ങനെ ആ സിനിമ കട്ടായി അന്ന് രാത്രി നമ്മുടെ നായിക ജോലിയെല്ലാം കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് എത്തുവാണ്. ഈ വ്യക്തിയാണ് നായികന്റെ ഭർത്താവ്. ഇയാൾ അവിടെ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെ ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ടും ഇവർക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ സിനിമ കട്ടാക്കി അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക അവളുടെ ക്യാമറമാനെയും കൂട്ടിക്കൊണ്ട് ഇന്നലെ അവളോട് ആ ഇൻഫോമർ പറഞ്ഞ ആ സ്ഥലത്തിനെ പറ്റി ശരിക്കും ഒന്ന് അന്വേഷിക്കാൻ, അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അവിടേക്ക് എത്തുവാണ്. ഇതേ സമയം അവരവിടേക്ക് വന്നത് കണ്ടിട്ട് അവിടുത്തെ വാർഡനില്ലേ, അതായത് അവിടുത്തെ കൺട്രോൾ ഉള്ള വ്യക്തി, അയാൾ അവിടേക്ക് വന്ന് നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്നൊക്കെ അവരോട് ചോദിക്കുന്നു. ഈ സമയം വന്നതിനുള്ള ഉദ്ദേശം തുറന്നു പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നായിക ഞങ്ങൾ വഴിമാറി വന്നതാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ആ ബിൽഡിങ്ങിന് മുമ്പിൽ 2 ആൾക്കാർ വന്ന് നിന്നപ്പോൾ തന്നെ ആ വാർഡൻ ഇറങ്ങി വന്ന് ഒരുപാട് ടെൻഷനോടെ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ തന്റെ ഇൻഫോമർ പറഞ്ഞ പോലെ ഇവിടെ എന്തോ വലിയ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം നായികയ്ക്ക് കണക്ട് ആയി. എന്തായാലും ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ നായിക അവിടെ അടുത്ത് തന്നെ അവളുടെ ഒരു അങ്കിളുടെ വീടുണ്ടായിരുന്നു, അവിടേക്ക് എത്തുവാണ്. അങ്ങനെ അങ്കിളിനോട് ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെ ചെറുതായിട്ട് നായിക ചോദിച്ച് മനസ്സിലാകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നായിക നേരെ അവിടെയുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് എത്തുവാണ്. എന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥനോട് താൻ അറിഞ്ഞ കാര്യങ്ങളല്ല, അതായത് ആ ഏരിയയിലെ പെൺകുട്ടികൾ നേരിടുന്ന ആ പ്രശ്നങ്ങളെ പറ്റിയല്ല നായിക സൂചിപ്പിക്കുന്നു. ഈ സമയം അവിടുത്തെ ഉദ്യോഗസ്ഥൻ വേണ്ട നടപടികൾ എടുക്കാമെന്നും പറഞ്ഞ് നായികൻ എവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അയാളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം അയാൾ ഇതിലൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. അതിനൊരു കാരണമുണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെ ഹെഡായ ബൻസി എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അയാളുടെ ആളായിരുന്നു ഈ ഉദ്യോഗസ്ഥനും. ഇതേപോലെയുള്ള നിയമം പരിപാലിക്കേണ്ട ആൾക്കാർ തന്നെയാണ് അയാളുടെ സഹായികളെന്ന് നായികന്റെ ഇൻഫോമർ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ നായികനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം അയാൾ നേരെ ഈ കാര്യം അയാളുടെ ബോസായ ബൻസിനെ വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ അറിയുന്ന ബൻസി പെട്ടെന്ന് തന്നെ നായികനെ പറ്റി ശരിക്കും അന്വേഷിക്കുന്നു. എന്നിട്ട് നായികന്റെ ഭർത്താവിന്റെ നമ്പർ കളക്ട് ചെയ്ത് അയാളെ വിളിച്ച് നിങ്ങളുടെ ഭാര്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, മര്യാദയ്ക്ക് അവളെ അതിൽ നിന്ന് തടയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവളെ ജീവൻ പോലും ബാക്കി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നായികന്റെ ഭർത്താവിനെ ശരിക്കും ഒന്ന് വരട്ടുന്നു. എന്നിട്ട് കോൾ കട്ട് ചെയ്യുവാണ്. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് എത്തിയ നായികനോട് ഭർത്താവ് ഇതിനെപ്പറ്റി എല്ലാം ചോദിക്കുന്നു. ബൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് എന്നെ വിളിച്ച് ഒരുപാട് ഭീഷണിപ്പെടുത്തി, നിന്നെ കൊല്ലുമെന്നാണ് അവൻ പറഞ്ഞത്. ആവശ്യമില്ലാത്ത എന്തൊരു കാര്യത്തിൽ നീ ഇടപെട്ടു അത്രേ, നീ എവിടെ പോയതായിരുന്നു, കാര്യങ്ങൾ നീ എന്നോട് തുറന്നു പറ. ഈ സമയം നായിക അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് ഷെയർ ചെയ്യുന്നു. ഇത് കേട്ട ഭർത്താവ് അവളോട് ദേഷ്യപ്പെടുവാണ്. അപ്പൊ അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയില്ലേ, അയാളെ കുറ്റമൊന്നും പറയാൻ കഴിയില്ല, ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമല്ലേ, നീ എന്തിനാ ഇതിൽ ഇടപെടാൻ പോകുന്നത്, അയാളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം അയാൾക്ക് നല്ല പിടിപാടുണ്ടെന്ന്. ഇങ്ങനെയെല്ലാം ഭർത്താവ് പറയുന്നത് കേൾക്കുമ്പോൾ നായിക പറയുവാണ്, ഇന്ന് ആ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമൂഹത്തിൽ തന്നെയാണ് നാളെ നമുക്കൊരു കുട്ടി ഉണ്ടായ അതും വളരാൻ പോകുന്നത്. സോ ഞാനിപ്പോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ആ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊന്നും എന്റെ ആരും ആയിട്ടല്ല, പക്ഷെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഇതെന്റെ കടമയാണ്. ഇതിന്റെ പുറകെ പോണോ വേണ്ടിയോ എന്ന് 1000 തവണ ഞാൻ ആലോചിച്ചതാണ്. എന്നിട്ട് ഞാൻ എടുത്ത തീരുമാനമാണിത്. സോ നിങ്ങൾ എന്നെ ഇതിൽ നിന്ന് തടയില്ലെന്നൊക്കെ നായിക ഈ സമയത്ത് അവനോട് റിക്വസ്റ്റ്
റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഭർത്താവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ഞാൻ പറയുന്നൊന്നും നീ കേൾക്കണ്ട, ഇനി ഇതിന്റെ പേരിലുണ്ടാവുന്ന പുലിവാലെല്ലാം നീ അനുഭവിച്ചോ. ഇങ്ങനെ പറഞ്ഞ് ഭർത്താവ് പിണങ്ങി റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം രാവിലെ നായിക അവളുടെ ഓഫീസിലേക്ക് അവളുടെ ഇൻഫോമറെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഇന്നലെ ഇങ്ങനെ അന്വേഷിക്കാൻ ഇറങ്ങിയുണ്ട് ബൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ ഭർത്താവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം ആരാണെന്നൊക്കെ ഇൻഫോമറോട് ചോദിക്കുന്നു. മാഡം, ഞാൻ പറഞ്ഞ കേസില്ലേ, അതിന്റെ മെയിൻ പുള്ളിയാണ് ആ ബൻസി. പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ടും അയാൾക്ക് നല്ല ബന്ധമാണ്. അങ്ങനെ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരു പ്രശ്നമില്ലാതെ അയാൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു പക്ക ഫ്രോഡാണ്. ഇങ്ങനെ ബൻസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇൻഫോമർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അയാൾ എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് നായികയെ മനസ്സിലാക്കുന്നത്. എന്നാൽ അയാളെ പേടിച്ചിരിക്കാൻ നായികയ്ക്ക് കഴിയില്ല. കാരണം നായിക തീരുമാനം എടുത്തു കഴിഞ്ഞു ആസ് എ ജേർണലിസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന്. അങ്ങനെ നമ്മളെ നായിക ഓരോരോ കാര്യങ്ങളായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അവളുടെ ചാനലിലൂടെ പുറത്തു വിടുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ട ബൻസിയാണെങ്കിൽ ആ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നായികനെ അവളുടെ ക്യാമറമാനെ നേരിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അയാളുടെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു. അയാളുടെ ഉദ്ദേശം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവർ രണ്ടുപേരും ഇതിന്റെ പുറകെ വരാത്ത രീതിയിൽ അവരെ ഒന്ന് വരട്ടുക എന്നുള്ളതാണ്. അങ്ങനെ അയാൾ വേണ്ട രീതിയിൽ അവരെ രണ്ടുപേരെയും വരട്ടി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇത് അവരിൽ ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനധികം പറയുന്നു, കൂടെയുള്ള ഭർത്താവ് പോലും നായികനെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക ആകെ ഡിപ്രസ്ഡ് ആവുന്നു. എന്നാലും നായിക വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എങ്ങനെയെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി, അതായത് വ്യക്തമായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്ത് ബൻസിന്റെ ഈ ഇടപാടുകളെല്ലാം പുറത്തു കൊണ്ടുവരണം. അങ്ങനെ നായിക അവളുടെ ക്യാമറമാനോടൊപ്പം രഹസ്യമായിട്ട് വീണ്ടും അത് അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ അന്വേഷിച്ച് ഇവര് സുധ എന്ന് പറയുന്ന ഒരു ലേഡിനെ മീറ്റ് ചെയ്യുന്നു. ഈ ലേഡി പണ്ട് ബൻസിന്റെ ആ വേശ്യാലയത്തില് പാചകക്കാരിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വിവരം അറിഞ്ഞ് സുധേനോട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിച്ചറിയാന്ന് വിചാരിച്ചുകൊണ്ടാണ് നായികയും ക്യാമറമാനും ഇവിടെ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. അങ്ങനെ ഇപ്പൊ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. അവളുടെ പേടി കൊണ്ടാണ് അവളൊന്നും പറയാത്തെന്നുള്ള കാര്യം ഈ സമയത്ത് നായിക മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പൊ നായിക അവളോട് പറയുകയാണ്, ഞങ്ങൾ മീഡിയയിൽ നിന്ന് വന്നതാണെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ പുറത്തറിയിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള പേടിയാണെങ്കിൽ അതൊന്നും വേണ്ട. അങ്ങനെ നായിക ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയം, അവൾക്കൊരു ധൈര്യം കൊടുക്കുന്ന സമയം അവൾ അതെല്ലാം പറയാൻ തുടങ്ങുന്നു. ഒരു വർഷം മുമ്പ് അവളുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൊണ്ട് അവൾ ബൻസിന്റെ സ്ഥലത്തേക്ക് പാചകക്കാരിയായി എത്തിയതാണ്. അത് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സുധയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളും വിശ്വസിച്ച് അവൾ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയം അവിടെയുള്ള പെൺകുട്ടികളെല്ലാം നോക്കാൻ വേണ്ടി റാണി എന്ന് പറയുന്ന ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടേക്ക് ജോലിക്ക് എത്തിയ സുധേനോട് റാണി എന്ന് പറയുന്ന ലേഡി പറയുവാണ്, ഇവിടെ എന്ത് നടന്നാലും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ നീ വിട്ടുകളയണമെന്ന്, അതിലൊന്നും ഇവിടെ നിൽക്കില്ലെന്ന്. അങ്ങനെ റാണിന്റെ ഈ സംസാരം കേട്ടപ്പോഴേ സുധയ്ക്ക് എന്തോ ഡൗട്ട് അടിക്കുന്നു. എന്നാലും അവൾ അത് വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം സുധ അവിടുത്തെ കിച്ചണിൽ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടി വന്ന് സുധേനോട് സംസാരിക്കുവാണ്. അവൾ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന ഇതൊരു ഹോസ്റ്റലല്ല, ഇവിടെ നടക്കുന്നത് പെൺവാണിഭമാണ്. ഇപ്പൊ നിങ്ങൾ എവിടേക്ക് കൊണ്ടുവന്നത് പാചകക്കാരിയായിട്ടാണെങ്കിൽ നാളെ ഒരു പക്ഷേ നിങ്ങളെ ഞങ്ങളെ പോലെ ആക്കിയേക്കാം. അതുകൊണ്ട് തക്കം നോക്കി ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കാൻ. അങ്ങനെ ആ കുട്ടി പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് സുധയാകെ ഞെട്ടുന്നു. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് റാണി എന്ന് പറയുന്ന ലേഡി വരുവാണ്. സുധേനോട് ഈ പെണ്ണ് കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് റാണിക്കാകെ ദേഷ്യം വന്നു. അങ്ങനെ പെണ്ണിനോട് നിനക്കെന്താ ഇവിടെ കാര്യം ചോദിച്ചുകൊണ്ട് അവളെ റാണി ഒരുപാട് തല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഈ കാര്യം സുധയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടാക്കുന്നു. എന്തായാലും മൊത്തത്തിൽ അവൾക്ക് മനസ്സിലായി ഇത് അവൾ വിചാരിച്ച പോലെ ഒരു ഹോസ്റ്റലല്ല, ഇവിടെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് അവൾ കുറച്ച് അലേർട്ട് ആവുന്നു. ഒരു ദിവസം രാത്രി അവൾ ഒരു കാഴ്ച കാണുവാണ്. ആ ഏരിയയിലേക്ക് രണ്ടുമൂന്ന് ആണുങ്ങൾ വന്ന് അവിടെ രണ്ടുമൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നീട് ഒരു ദിവസം അവൾ മറ്റൊരു കാഴ്ച കാണുന്നു. അവിടേക്ക് രണ്ടുമൂന്ന് ആണുങ്ങൾ വന്ന് ഒരു ചാക്ക് കൊണ്ടുപോയി വണ്ടി കയറ്റുന്നത്. ഈ സമയം ചാക്കിന്റെ അകത്ത് നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഈ സമയത്ത് അവൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പാതിരാത്രിയാവുന്ന സമയം അവൾ ആ പെൺകുട്ടികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഏരിയയിൽ വന്ന് ഒളിഞ്ഞു നോക്കുവാണ്. അപ്പോൾ അവൾ കാണുന്ന കാഴ്ച അവളെ വല്ലാതെ ഞെട്ടിക്കുന്നു. ഏകദേശം 10-70 പെൺകുട്ടികൾ അവര് നഗ്നരായി ബോധമില്ലാത്ത അവസ്ഥയിൽ അവിടെ അങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ഈ കാഴ്ച കൂടി കണ്ടതോടെ സുധ മനസ്സിലാക്കുന്നു. അപ്പൊ അന്ന് ആ പെൺകുട്ടി വന്ന് പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണെന്ന്, ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും വലിയ റിസ്ക് ഉള്ള കാര്യമാണെന്ന്. അങ്ങനെ അടുത്ത ദിവസം തക്കം കിട്ടുമ്പോൾ സുധ ഈ കാര്യങ്ങളെല്ലാം അന്ന് അവളോട് സംസാരിച്ച പെൺകുട്ടിയിലെ അവളോട് നൈസ് ആയിട്ട് ചോദിക്കുവാണ്. അപ്പോൾ അവൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സുധയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ സുധ കുളിച്ച് കിച്ചണിലേക്ക് വരുന്ന സമയം അവിടേക്ക് എത്തിയ ബൻസി ആണെങ്കിൽ ഈ കാഴ്ച കണ്ട് ഇവള് സുന്ദരിയാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അവളൊരു നോട്ട് വിടുന്നു. പിന്നീട് അങ്ങോട്ട് അവിടെ നടക്കുന്ന ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവൃത്തികൾ സുധേനെ കണ്ണിപ്പെടുന്നു. അങ്ങനെ ഇനി അവിടെ നിൽക്കുന്നത് റിസ്ക് ആണെന്ന് മനസ്സിലാക്കി സുധ അങ്ങനെ അവിടെ വിട്ടുപോരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇപ്പോൾ പ്രസന്റിൽ ഈ കാര്യങ്ങളെല്ലാം നായകനോട് സുധ പറഞ്ഞു തീരുവാണ്. അന്ന് ഞാൻ അവിടെ വിട്ടു പോകുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബൻസിന്റെ കയ്യിൽ ഞാനും പെട്ടുപോയനെ. എന്തായാലും ഇപ്പൊ സുധ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് നായിക ഒരുപാട് ഷോക്ക് ആവുന്നു. ഇപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെ പറ്റി നായികയ്ക്ക് ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനെ ഇനി ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ നായിക ഈ സമയത്ത് ഒരുപാട് ആലോചിക്കുവാണ്. അടുത്ത ദിവസം അവളുടെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ അടുത്തുള്ള ഒരു അങ്കിളിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു, അയാളുടെ അടുത്തേക്ക് എത്തി അയാളോട് അവൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുവാണ്. അയാൾ ഒരു വക്കീലായിരുന്നു. സോ അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് നായിക ഇപ്പൊ ഇയാളുടെ അടുത്തേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്നാൽ ഇത് കേൾക്കുന്ന അങ്കിളിനാണെങ്കിൽ ഒരുപാട് പേടിയാവുന്നു. മോളെ അവരോടൊന്നും മുട്ടാൻ പറ്റില്ല, അത് വലിയ പ്രശ്നമാവും, അതുകൊണ്ട് അത് വിട്ടുകളഞ്ഞേക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേൾക്കുന്ന നായകന്റെ ഭർത്താവ് ഞാനും അത് തന്നെ ഇവളോട് പറഞ്ഞെന്നൊക്കെ ഈ സമയത്ത് പറയുവാണ്. അങ്ങനെ ഇപ്പൊ സ്വന്തം വീട്ടുകാർ പോലും തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാത്തതുകൊണ്ട് നായിക മനസ്സുകൊണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നു. അതിനുശേഷം നമ്മുടെ നായിക മറ്റൊരു വക്കീലിനെ കണ്ട് ഈ ഒരു കാര്യത്തിനെതിരെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് ഈ കാര്യം ബൻസി അറിയുവാണ്. ഇങ്ങനെ ഒരു കേസ് കോടതിയിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബൻസിക്ക് കാര്യം മനസ്സിലായി, അതായത് ഈ കാര്യം ചെയ്തത് നായികയായിരിക്കുമെന്ന്. അങ്ങനെ ഇപ്പൊ അവളെ ഒതുക്കാനുള്ള കാര്യങ്ങളെല്ലാം അയാൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ നായിക എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അവളുടെ ചാനലിലൂടെ മാത്രം പുറത്തു വിട്ടാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയാസ് വഴി പ്രചരിപ്പിക്കാമെന്ന് അവൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. അടുത്ത സീനിൽ ബൻസിനെ കാണിക്കുന്നു. അയാളോട് ഇപ്പൊ അയാളുടെ ആൾക്കാർ വന്ന് പറയുവാണ്, ആ ജേർണലിസ്റ്റ് പെണ്ണില്ലേ വൈശാലി, അവൾക്കൊരു അങ്കിളുണ്ട്,
ഉണ്ട്. അയാൾ വക്കീലാണ്. മിക്കവാറും ആ പെണ്ണ് ആ വക്കീലിനെ വെച്ചിട്ടായിരിക്കും കോടതിയിൽ ആ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവുക. ഇത് കേൾക്കുന്ന ബൻസിക്ക് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ തിരിച്ചടി അയാൾക്ക് തന്നെ ഇരിക്കട്ടെ. അയാളെ വേണ്ട രീതിയിൽ പോയി കൈകാര്യം ചെയ്യാൻ ഈ സമയത്ത് അയാൾ അയാളുടെ ആൾക്കാരെ അയക്കുന്നു. അങ്ങനെ ഇത് കേട്ടത് അവന്മാര് പോയിട്ട് അയാളെ ആക്രമിക്കുവാണ്. അടുത്ത ദിവസം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ നായിക നേരെ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഈ സമയത്ത് അങ്കിളുടെ ഭാര്യ, അതായത് ആന്റി, നായികനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ആ കാര്യങ്ങൾ നീ പറഞ്ഞപ്പോൾ അങ്കിൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. എന്നാൽ നീ വേറെ ആൾക്കാരെ വെച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. ഇപ്പൊ അതിന്റെ ശിക്ഷയും കിട്ടിയത് അങ്കിളിന് തന്നെയാണ്. സോ ഇനി നീ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കലെന്നും പറഞ്ഞ് ഈ സമയത്ത് ആന്റി അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അങ്ങനെ ഒരുപാട് സങ്കടത്തോടുകൂടി നമ്മുടെ നായിക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇന്നപോലെ അങ്കിളിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് ചെയ്യിപ്പിച്ച ആ ബൻസിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയുവാണ്. എന്നാൽ അവിടെയുള്ള പോലീസുകാരും ബൻസിന്റെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കേസ് എടുക്കുന്നില്ല. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നായിക അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം അവളുടെ ഭർത്താവ് അവളുടെ അവസ്ഥയെല്ലാം മനസ്സിലാക്കുവാണ്. അങ്ങനെ ഇനി എന്തൊക്കെ നടന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ ആഗ്രഹിച്ച പോലെ തന്നെ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഈ സമയത്ത് അയാളും നായികനോട് പറയുന്നു. അങ്ങനെ ഇപ്പൊ നായികയ്ക്ക് ഒരു ധൈര്യമായി. അങ്ങനെ ഇപ്പൊ അയാളും കൂടെ നിൽക്കുന്നുണ്ട്. നായിക ഫുൾ സിംഗില് ഇതിലേക്ക് വീണ്ടും ഇറങ്ങാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഭർത്താവിനെ കൊണ്ട് അവൾ ഫോണിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഈ കേസിനെ പറ്റി അന്വേഷിച്ച് അവൾ കണ്ടെത്തിയ കാര്യങ്ങളും അതിനെതിരെ കോടതിയിൽ ഒരു കേസ് അവൾ ഫയൽ ചെയ്യിപ്പിച്ചപ്പോൾ അവൾ അങ്കിളാണ് ഇത് ചെയ്തതെന്ന് വിചാരിച്ച് ബൻസിയായിട്ടുള്ള ആൾക്കാരും അങ്കിളിനോട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നായികന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അങ്ങനെയിരിക്കുന്ന അതേസമയം തന്നെയാണ് നായിക മറ്റൊരു കാര്യം അറിയുന്നത്. അവരുടെ നാട്ടിലേക്ക് ജസ്മിത്ത് എന്ന് പറയുന്ന ഒരു പുതിയ IPS കാരി വന്നിട്ടുണ്ട്. അറിഞ്ഞിടത്തോളം അവരൊരു സിൻസിയർ ഓഫീസറാണ്. സോ അവരെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ സ്റ്റേറ്റ്മെന്റ് ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ വേണ്ട രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്തോളൂ എന്ന് നായിക മനസ്സിലാക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം നായിക ആ ക്യാമറമാനെയും കൂട്ടിക്കൊണ്ട് നേരെ IPS കാരിനെ കണ്ട് ഇന്നപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയം ജസ്മിത്ത് നായികനോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്ന എവിഡൻസ് വെച്ച് മാത്രം അത്രേ ഹോൾഡുള്ള അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അയാൾ ഈസി ആയിട്ട് ഊരിപ്പോരും. എന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ. ഈ കേസ് ഞാൻ അങ്ങനെ വിടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല. ഞാൻ എന്തായാലും എന്റെ സീനിയർ ഓഫീസറോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അടുത്ത സീനിൽ അവരുടെ സീനിയർ ഓഫീസറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യം അറിയുന്ന സമയത്ത് അയാളും അവളെ അതിൽ നിന്ന് വിലക്കുന്നു. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് തന്നെ നല്ല ഹോൾഡുള്ള ഒരു വ്യക്തിയാണ് ബൻസി. അതുകൊണ്ട് ജസ്മീത് നീ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ നിന്റെ ജോലിനെ വരെ അത് ബാധിച്ചേക്കാം. അങ്ങനെ ഇപ്പൊ സീനിയർ ഓഫീസർ ഇത് പറയുന്നുണ്ട്. ജസ്മീത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായിക മറ്റൊരു കാര്യം ചെയ്യുവാണ്. അവളുള്ള ക്യാമറമാനെ ബൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മിനിസ്റ്ററുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ച് അയാളെ കൊണ്ട് ചില സത്യങ്ങളെല്ലാം തുറന്നു പറയിക്കുന്നു. ഇതെല്ലാം ഒരു ഹിഡൻ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തെടുക്കുന്നു. അടുത്ത ദിവസം നായിക കിട്ടിയ വിഷ്വൽസ് എല്ലാം അവളുടെ ചാനലിലൂടെ പുറത്തുവിട്ട് ഒരു ക്ലിയർ കട്ടായുള്ള റിപ്പോർട്ടും ഇതിനെതിരെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കോളിളക്കം ഉണ്ടാക്കുന്നു. രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഭരണകക്ഷികൾക്കും നാട്ടിലുള്ള പേര് തന്നെ നഷ്ടമാവുകയാണ്. അങ്ങനെ ഈ കാര്യം CM വരെ അറിയുന്നു. ഇലക്ഷൻ വരാൻ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നാളെ വോട്ടിന്റെ സമയത്ത് ജനങ്ങൾ സഹകരിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന CM ആണെങ്കിൽ എത്രയും വേഗം ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറയുന്നു. അങ്ങനെ ഇത് ബൻസിക്ക് വലിയ തിരിച്ചടിയാവുന്നു. അങ്ങനെ കാര്യങ്ങൾ ഈ രീതിയിൽ മാറി പറഞ്ഞുകൊണ്ട് ജസ്പ്രീത്തിന് ആ കേസിൽ വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയുവാണ്. അതായത് അവൾക്ക് ആ കേസിലുള്ള വിലക്കെല്ലാം മാറി കിട്ടുന്നു. CM അല്ലേ ഓർഡർ ഇട്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ആരും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നായികൻ ജസ്പ്രീത്തും കൂടി അയാളുടെ സാമ്രാജ്യത്തിനെ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കണമെങ്കിൽ ഈ അനുഭവം എല്ലാം നേരിട്ട അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട ഏതെങ്കിലും ഒരാൾ വന്ന് കോടതിയിലെ കാര്യങ്ങൾ പറയണം. അങ്ങനെ ഒരാളെ കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ വിജയിക്കുമെന്ന് ഈ സമയത്ത് ജസ്പ്രീത്ത് നായികനോട് പറയുവാണ്. അപ്പോഴാണ് നായിക അന്ന് നായകനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സുധേനെ പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ നായിക സുധേനെ പറ്റി ജസ്പ്രീത്തിനോട് പറയുന്നു. എന്നിട്ട് ഞാൻ അവളെ ഒന്ന് പോയി കാണാം. അവൾക്ക് ഇത് തുറന്നു പറയാൻ മിക്കവാറും പേടിയുണ്ടാവും. അവളുടെ പേടി മാറ്റി ഞാൻ അവളോട് റിക്വസ്റ്റ് ചെയ്യാം. ഇത് നടന്ന നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം സെറ്റായിന്ന് നായിക ഇപ്പൊ പറയുവാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായിക ഈ കാര്യങ്ങളെല്ലാം സുധേനെ കണ്ട് സംസാരിക്കുന്നു. നീ അന്ന് എന്നോട് പറഞ്ഞ കാര്യം പബ്ലിക്കായിട്ട് കോടതിയിൽ വെച്ച് പറയുവാണെങ്കിൽ ബെൻസിനെ നമുക്ക് ശരിക്കും പൂട്ടാൻ കഴിയും. അയാളുടെ ഈ പരിപാടിയെല്ലാം നിർത്തിച്ച് ആ കുട്ടികളെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഇത്തരം തെറ്റ് ചെയ്ത് അയാളെ ജയിലാക്കാൻ കഴിയും. നായിക ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുധയാണെങ്കിൽ ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുവാണ്. അതായത് അവളുടെ ഉള്ളിൽ പേടിയാണ്. അതുകൊണ്ട് അവൾ ഇതിന് മടിക്കുവാണ്. ഈ സമയം നായിക അവളോട് പറയുവാണ്, സുധ അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയുണ്ടല്ലേ നീ ഇതെല്ലാം മറച്ചു വെക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇൻ കേസ് നീ ഒന്ന് അയാളുടെ കൈ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടുമായിരുന്നോ? നീ ആ കുട്ടികളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കി. നിന്നെ പോലെ ഒരാള് കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഒരാള് ഇത് പുറം ലോകത്തെ അറിയിച്ച അവർക്ക് കിട്ടാൻ പോകുന്ന ഫ്രീഡം അല്ലെങ്കിൽ പുതിയൊരു ജീവിതം അത് അവർക്ക് എത്ര വലുതായിരിക്കുമെന്ന് നീ ഇപ്പൊ എന്നെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കേസിന് പുറകെ ഇറങ്ങി പുറപ്പെട്ട എന്റെ ജീവൻ ആപത്തായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ ഭർത്താവ് വരെ അത് പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ആ കുട്ടികളുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടില്ലേ, ഇത്രയും പോരാടിയില്ലേ, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലേ? അപ്പൊ നിനക്കും പറ്റും. തുടക്കത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാതെ നിന്ന എന്റെ ഭർത്താവ് വരെ ഇപ്പൊ എനിക്ക് സപ്പോർട്ടാണ്. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും പറയുന്നില്ലേ, അത്രേ ഉള്ളൂ. ഇത് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ആ കുട്ടികളുടെ ദൈവമാണ്. നിനക്കും ആ ദൈവം ആവാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പൊ നിന്നെ വന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം നായിക പറഞ്ഞു കഴിയുമ്പോൾ നായകന്റെ വാക്കുകളിൽ അവൾ കൺവിൻസ് ആവുന്നു. അങ്ങനെ അവൾ ഈ കാര്യങ്ങളെല്ലാം കോടതി തുറന്നു പറയാമെന്ന് നായികയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഈ സമയം നായിക നീ കോടതിയിലേക്ക് വരണമെന്നില്ല, നിന്റെ ഒരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് കാര്യങ്ങളെല്ലാം പറയിച്ച് അത് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു. അതായത് അവിടെയുള്ള ആ പെൺകുട്ടികളോടല്ല ഇവര് പെരുമാറുന്നത് എങ്ങനെയാണെന്നും ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരെ കൊന്ന് ചാക്കി കയറ്റി എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ചു കളയുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സുധ വീഡിയോ സ്റ്റേറ്റ്മെന്റിൽ തുറന്നു പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നായിക ആ വീഡിയോ വേണ്ടപ്പെട്ട ആൾക്കാർക്കെല്ലാം എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജസ്പ്രീത്ത് പറഞ്ഞ പോലെ ഒരു പക്ക എവിഡൻസ് കിട്ടിയുണ്ട് അവരത് വെച്ച് ആക്ഷൻ എടുക്കുവാണ്. അങ്ങനെ വേശ്യാലയത്തിലേക്ക് എത്തി അവിടെയുള്ള പെൺകുട്ടികളെല്ലാം സേവ് ചെയ്യുന്നു. അവരെ ഗവൺമെന്റ് അണ്ടറിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടേയാക്കുന്നു. അതിനുശേഷം ഇതിന്റെ പുറകെ കളിച്ചുകൊണ്ടിരിക്കുന്ന ബൻസി ഉൾപ്പെടെ എല്ലാ ആൾക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ന്യൂസ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നു. ഇത്തരം റിസ്ക് എടുത്ത് ഈ കാര്യങ്ങളെല്ലാം പുറത്തറിയിച്ച നമ്മുടെ നായികനെ ബാക്കി പ്രസും മീഡിയാസും ജനങ്ങളെല്ലാം ഒരുപാട് അഭിനന്ദിക്കുന്നു. പൊതുവെ ഇന്നത്തെ
ഇന്നത്തെ സമൂഹത്തിലെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞ ചുമ്മാ അതിന് പുറകെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പലരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചിലരുണ്ട് ഫ്രണ്ട്സ്, അതായത് ഈ മൂവിയിലെ നായകനെ പോലെ അവർ ജീവൻ പണയം വെച്ചും അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കും. സോ അങ്ങനെയുള്ള ഒരു കഥയായിരുന്നു ഇത്. അങ്ങനെ എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി അവസാനിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ മൂവീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.